ബാലചന്ദ്രൻ പറയുകയാണ്, അമൃത് വിൽക്കുന്ന കുടുംബശ്രീയുടെ മുൻപിൽ വിഷം വിൽക്കുന്ന ഒരു കള്ളുഷാപ്പ്. അത് മതി ആ സ്ഥാപനം തകരാൻ. പക്ഷേ 50 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ രാജേശ്വരി? നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെങ്കിൽ കൂട്ടാവുന്നവരെ കൂട്ടി ഒപ്പം കൂട്ടും ഞങ്ങൾ. ഇതൊരു പാക്കേജാണ് ഗോപാലേട്ടാ. നമ്മൾ ഒറ്റയ്ക്കല്ല, പാർട്ട്ണർമാരും കാണും നമ്മുടെ ഈ മുന്നേറ്റത്തിന്. പറഞ്ഞില്ലേ, ശാരദയുടെയും അവളുടെ മക്കളുടെയും തകർച്ച കണ്ടിട്ടേ ഇനി ഈ രാജേശ്വരി അടങ്ങൂ. പിന്നീട് കാണിക്കുന്നത് ഹോട്ടലിലെ അടുക്കളയിൽ വിഷമിച്ചു നിൽക്കുന്ന ശാരദാമ്മയാണ്. ശാരികയോട് ശാന്തമെന്ന് പറയുകയാണ്, ശാരി ഒന്നിങ്ങോട്ട് വന്നേ. ശാരദാമ്മ അവിടെ വല്ലാതെ വിഷമിച്ചു നിൽക്കുകയാണ്. ഞാൻ പിന്നെ അടുക്കാനും ചോദിക്കാനും ഒന്നും പോയില്ല. നീ ആകുമ്പോൾ അതിന്റെ തഞ്ചത്തിന് ചെയ്യുമെന്ന് തോന്നി. അത് കേട്ട് ശാരദാമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ശാരിക. ശാരിക ചോദിക്കുകയാണ്, എന്താ അമ്മ ഇവിടെ എങ്ങനെ വന്ന് നിൽക്കുന്നത്? വാ, കടയ്ക്കകത്ത് വന്നിരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിരിക്കുക. നീ പൊയ്ക്കോ, അവള് പരീക്ഷയ്ക്ക് ഇറങ്ങിയിട്ട് വന്നോളാം ഞാൻ. അത് വിടമ്മേ, നമുക്കറിയാവുന്നതല്ലേ ശാലിനിയെ. വീണ്ടും വിചാരമില്ലാതെ പിണങ്ങും, അങ്ങനെ തന്നെ ഇണങ്ങുകയും ചെയ്യും, അത്രയല്ലേ ഉള്ളൂ. നിനക്കറിയാമല്ലോ, ഒരു രാത്രിയിൽ കൂടുതൽ പിണങ്ങിയിരുന്നിട്ടില്ല അവൾ എന്നോട്. എത്ര പിണങ്ങിയിരുന്നാലും ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കും. ഇതിപ്പോ നേരത്തോട് നേരമായിട്ടും അതും പട്ടിണിയും കിടന്ന് എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ് ശാരദാമ്മ. ഇതിപ്പോ മരിച്ചു കളയുമെന്നൊക്കെ അമ്മ ഇന്നലെ അവളോട് പറഞ്ഞില്ലേ, അതിന്റെ പിണക്കമായിരിക്കും. അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്കും കുറച്ച് സങ്കടം വന്നതാണ്. അത് പിന്നെ മോളെ, അപ്പോഴത്തെ ഒരു ഇതിന് എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാരിക ചോദിക്കുകയാണ്, ആണല്ലോ, എങ്കിൽ ശാലിനിയും ഇപ്പോഴത്തേക്കൊരു ദേഷ്യം കാണിക്കുന്നു എന്ന് കരുതിയാൽ മതി. അവള് പറഞ്ഞില്ലേ അവൾക്കും സമരവും സത്യാഗ്രഹവും ഒക്കെ ചെയ്യാൻ അറിയാമെന്ന്. അതല്ലടി, ഇന്നലത്തെ സംഭവത്തിന് ശേഷം അവൾ ഇവിടുന്ന് ജലപാനം ചെയ്തിട്ടില്ല. വയറ് കാഞ്ഞ് എന്റെ കുഞ്ഞു പരീക്ഷയ്ക്ക് പോയാൽ മോളൊരു കാര്യം ചെയ്യ്, ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് അവൾക്ക് കൊടുക്ക്. ഞാൻ ഉണ്ടാക്കിയതല്ലേ അവള് കഴിക്കാതെയുള്ളൂ. ഇവിടെ നിന്നാകുമ്പോൾ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാരിക ചോദിക്കുകയാണ്, നല്ല കാര്യമായി. പ്രസാദവും കൊണ്ട് ചെന്നപ്പോൾ എന്താ ചെയ്തതെന്ന് അമ്മ കണ്ടതാണല്ലോ. അവൾക്ക് എപ്പോൾ വേണമെങ്കിലും ഹോട്ടലിൽ നിന്ന് എന്തുമെടുത്ത് കഴിക്കാമല്ലോ. അവളുടെയും കൂടി ഹോട്ടലല്ലേ അത്. നോക്ക്, അമ്മ ടെൻഷൻ ആവുകയൊന്നും വേണ്ട. ഇങ്ങനെ പരീക്ഷ എഴുതിയാലും അവൾ ജയിക്കുമെന്ന് ഉറപ്പാണ്. പഠിക്കാൻ മിടുക്കിയല്ലേ നമ്മുടെ ശാലിനി. അതുകൊണ്ട് അമ്മ അത് തന്നെ ഓർത്തോണ്ട് നിൽക്കാതെ വന്നേ. ഹോട്ടലിൽ കയറി ആൾക്കാരുമൊക്കെ ഇടപഴകുമ്പോൾ ഈ മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആകും. നല്ല ആളുണ്ടവിടെ, വാ എന്നും പറഞ്ഞ് ശാരദാമ്മയെ പിടിച്ചു വലിക്കുകയാണ് ശാരിക. ഞാൻ വരാം എന്ന് പറയുകയാണ് ശാരദാമ്മ. മുന്നോട്ട് നടക്കുന്ന ശാരദാമ്മയുടെ കാൽ തട്ടി താഴെ ഇരുന്ന കുടവും വെള്ളവും ചരിയുകയാണ്. അത് കണ്ടുകൊണ്ട് വരികയാണ് ശാലിനി. അതൊന്നും ശ്രദ്ധിക്കാതെ ശാരിക അങ്ങ് പോവുകയാണ്. ആരാ ഇതൊക്കെ വഴിയിലെടുത്ത് വെക്കുന്നവൻ പറഞ്ഞ് ബാക്കി കുടവും വെള്ളവും എടുത്ത് മുകളിലേക്ക് വെക്കുകയാണ് ശാരദാമ്മ. അതിനുശേഷം ശാരദാമ്മ നടന്നു പോകുമ്പോൾ വെള്ളം നനഞ്ഞ ശാരദാമ്മയുടെ കാൽപാദം അവിടൊക്കെ ആവുകയാണ്. ശാരദാമ്മയുടെ കാൽപാദത്തിന്റെ അടയാളത്തിൽ തൊട്ട് നമസ്കരിക്കുകയാണ് ശാലിനി. തൊട്ട് വണങ്ങിയ ശേഷം ശാലിനി പറയുകയാണ്, അമ്മേ അനുഗ്രഹിക്കണം. അതിനുശേഷം അലമാര തുറന്ന് ഡ്രസ്സ് നോക്കുകയാണ് ശാലിനി. അന്നേരം തുണികളുടെ ഇടയിൽ നിന്നും ഇരുന്ന ഒരു മഞ്ഞ ചുരിദാർ എടുത്ത് സന്തോഷത്തോടു കൂടി നിവർത്തി നോക്കുകയാണ് ശാലിനി. പിന്നീട് ശാലിനി ഓർക്കുകയാണ്, ഒരു ദിവസം ശ്യാമ ആ ചുരിദാറും എടുത്ത് ഓടുകയാണ്. എന്റെയാണെന്നും പറഞ്ഞ് ശാരിക പുറകെ ഓടുന്നുണ്ട്. ശ്യാമയും ശാലിനിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കുകയാണ് ആ ചുരിദാർ. ശാലിനി പറയുകയാണ്, അത് രണ്ടുപേരുടെയും അല്ല, എനിക്കുള്ളതാണ്. ശ്യാമ പറയുകയാണ്, ഞാൻ സ്കൂളിലെ കബഡി ക്യാപ്റ്റനാണ്, ചുണയുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിക്കുക. നീ ഏത് കബഡി ക്യാപ്റ്റനായാലും ശരി, അത് എനിക്കുള്ളതാണെന്ന് പറയുകയാണ് ശാലിനി. ഓടി ഓടി 3 പേരും കൂടി എത്തുന്നത് ശാരദാമ്മയുടെ മുന്നിലേക്കാണ്. ശാരദാമ്മ ചോദിക്കുകയാണ്, എന്തുവാ പിള്ളേരെ ഇത്, വീട്ടിലും തുടങ്ങിയോ കബഡി കളി? ശ്യാമ പറയുകയാണ്, അമ്മ തന്നെ ഇതിനൊരു തീരുമാനം പറയണം. എന്ത് തീരുമാനം എന്ന് പറയുമ്പോൾ ആ ചുരിദാർ കാണുകയാണ് ശാരദാമ്മ. ഞാനിത് അലമാരിയിൽ പ്രത്യേകം മാറ്റി വെച്ചിരുന്നതാണല്ലോ. അത് കണ്ട് ശാരിക പറയുകയാണ്, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അമ്മ എനിക്ക് വേണ്ടി പ്രത്യേകം മാറ്റി വെച്ചിരുന്നതാണെന്ന്. ശാരദാമ്മ ചോദിക്കുകയാണ്, അയ്യടി, നിനക്കാണെന്ന് ആര് പറഞ്ഞു? അല്ല, ആരാ ഇത് എടുക്കാൻ പറഞ്ഞത്? ശാലിനി പറയുകയാണ്, അത് ഞാൻ അലമാര തുറന്നപ്പോൾ കണ്ടതാണമ്മേ. സൈസ് കറക്റ്റ് ആണോന്ന് അറിയാൻ വേണ്ടി ഇട്ട് നോക്കാൻ പോയതാണ്. അപ്പോഴേക്കും ഇവളെന്റെന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ശ്യാമ പറയുകയാണ്, അങ്ങനെ കുഞ്ഞേച്ചി എന്തിനാ ഇട്ട് നോക്കുന്നത്? അമ്മ ഇത് എനിക്ക് വാങ്ങിച്ചതല്ലേ. എനിക്കാണ്. നിനക്കും ശാരികേച്ചിക്കും ഇത് സൈസ് കറക്റ്റ് ആകില്ല. ശാരിക പറയുകയാണ്, എന്നാര് പറഞ്ഞു? അങ്ങനെ എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ ഞാനത് ഷേപ്പ് ചെയ്തെടുത്തോളാം. അതെ, ശാരികേച്ചിക്ക് ഈ ഡിസൈൻ ചേരില്ല, എനിക്കാണ് മാച്ച് എന്ന് പറയുകയാണ് ശാലിനി. ശ്യാമ ചോദിക്കുകയാണ്, അതെ, വല്യേച്ചി അങ്ങനെ ചുരിദാറൊന്നും ഇടാറില്ലല്ലോ. ഞാനല്ലേ ഇപ്പോൾ കോളേജിൽ പോകുന്നത്, അപ്പോൾ ഇത് എനിക്ക് വേണം.
ഞാനിട്ടാൽ എന്താ, ചൊറിയുമോ? എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഞാനിത് എടുക്കുവാണ് എന്ന് പറയുകയാണ് ശാരിക. ഇവരുടെ മൂന്നുപേരുടെയും ഈ തർക്കമൊക്കെ കണ്ട് ശാരദാമ്മ പറയുകയാണ്, മതി മതി, ഞാനല്ലേ ഇത് വാങ്ങിയത്, അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും ഇത് ആർക്ക് കൊടുക്കണമെന്ന്. ഞാനേ ഈ ചുരിദാർ എന്റെ ശാലിനി മോൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഇൻസ്റ്റാൾമെന്റില്. ഇതാണ് എന്റെ അമ്മ എന്നും പറഞ്ഞ് ശാലിനി ശാരദാമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരം ശ്യാമയും ശാരികയും മുഖത്തോട് മുഖം നോക്കിയാണ്. എന്ത് പണിയാ അമ്മയെ കാണിച്ചത്? എനിക്കാണ് ഇവിടെ ഒറ്റ ചുരിദാർ പോലും ഇല്ലാത്തത്, അവൾക്ക് ഇപ്പോൾ തന്നെ ഒരുപാടുണ്ട്. നിനക്ക് എത്ര ചുരിദാർ വേണമെങ്കിലും അമ്മ വാങ്ങിച്ചു തരുമല്ലോ. പക്ഷെ ഇതെന്റെ ശാലിനി മോൾക്കാണ്, അവൾക്ക് വലിയൊരു പരീക്ഷ എഴുതാൻ പോകാനുള്ളതല്ലേ. അപ്പോൾ മോടിയായിട്ട് വേണം പോകാൻ. ഒന്നുമില്ലാത്തടത്തെ കുട്ടിയാണെന്ന് ആരും പറയരുത്. എന്താ ആൾക്കാരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ശ്യാമയും ശാരികയും പറയുകയാണ് ഒരേ സ്വരത്തിൽ, വേണ്ട. ചിരിച്ചുകൊണ്ട് ശാരദാമ്മ പറയുകയാണ്, അതാണ്, ഇത് കൊടുക്കുന്നത് അമ്മയാണെങ്കിലും നമ്മൾ മൂന്നുപേരുടെയും കൂടി സമ്മാനമാണ് ശാലിനി മോൾക്ക് ഇത്. ആ പിടിക്ക്, ഇത് നമുക്ക് ഒരുമിച്ച് കൊടുക്കാം എന്നും പറഞ്ഞ് നാളത്തെ കളക്ടർക്ക് കുടുംബശ്രീ ശാരദാമ്മയുടെ സമ്മാനം. അങ്ങനെ പറഞ്ഞ് അവർ മൂന്നുപേരും കൂടി ഒരുമിച്ച് ശാലിനിക്ക് ചുരിദാർ വെച്ച് കൊടുക്കുകയാണ്. ആ സംഭവങ്ങൾ ആലോചിച്ചു നിന്ന് ചിരിക്കുകയാണ് ശാലിനി. അതേസമയം കടയിൽ നിൽക്കുന്ന ശാരദാമ്മ ശാലിനി ആ ചുരിദാറൊക്കെ ഇട്ട് ഇറങ്ങി വരുന്നത് കാണുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടു കൂടി ശാരദാമ്മ ഓടിച്ചെന്ന് ശാരികയോട് പറയുകയാണ്, ദേ മോളെ നോക്ക്. അവള് ശാലിനി പോകുന്നത് മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് നോക്കി നിൽക്കുകയാണ് ശാരികയും ശാരദാമ്മയും. വിഷമിച്ച് ശാരദാമ്മ പറയുകയാണ്, നമ്മളോട് ഒരു വാക്ക് പോലും പറയാതെ പോകുന്നത് കണ്ടോ, അതും ഇത്രയും വലിയ പരീക്ഷയ്ക്ക് പോകുമ്പോൾ. ചിരിച്ചുകൊണ്ട് ശാരിക പറയുകയാണ്, ശേ അമ്മ, ഇത് എന്തൊരു പൊട്ടിയാണ്. അവൾ ഇട്ടിരിക്കുന്ന ചുരിദാർ ഏതാണെന്ന് നോക്കിയേ. പരീക്ഷയ്ക്ക് പോകാനായിട്ട് അമ്മ അവൾക്ക് വാങ്ങിക്കൊടുത്ത പുത്തൻ ചുരിദാറാണ് അത്. അമ്മയോട് എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അവൾ അത് എടുത്തിടുമോ? ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ്, എന്നാലും ഇല്ല, ഇത്രയുള്ളൂ അവള്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിനകം മറ്റൊരു അത്ഭുതം കൂടി അകത്ത് സംഭവിച്ചിട്ടുണ്ടാകും. അമ്മ വാ. എങ്ങോട്ടെന്ന് ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ്, അമ്മ വാ, ഞാനല്ലേ വിളിക്കുന്നത്. ശാരദാമ്മയെ പിടിച്ച് അകത്തേക്ക് ദൈവങ്ങളുടെ പടങ്ങളുടെ മുൻപിൽ കൊണ്ടുപോവുകയാണ് ശാരിക. അകത്ത് കയറിയ ശാരിക പറയുകയാണ്, എന്റെ ഊഹം ശരിയാ അമ്മ, ദേ അങ്ങോട്ട് നോക്കിക്കേന്നും പറഞ്ഞ് പ്രസാദം വെച്ചിരുന്ന ഇല ചൂണ്ടിക്കാട്ടുകയാണ് ശാരിക. എന്തെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ്, എന്റെ അമ്മയെ ശാലിനിക്ക് കൊടുക്കാനായിട്ട് അമ്മ പൂജിച്ചു കൊണ്ടുവച്ചിരുന്ന പേനയില്ലേ, അതെവിടെ പോയെന്ന് നോക്ക്. ഇലയിൽ നോക്കിയ ശേഷം ശാരദാമ്മ പറയുകയാണ്, അയ്യോ, ഇതിവിടെ അല്ലേ വെച്ചിരുന്നത്, ഇപ്പോൾ കാണുന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യണമെന്ന് ദേവി തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞല്ലേ അമ്മ അതിവിടെ വച്ചത്. ദേവി തീരുമാനിച്ചു. പേന എത്തേണ്ട ആളുടെ കയ്യിൽ തന്നെ എത്തി, ശാലിനിയുടെ കയ്യിൽ. അത് കേട്ട് സന്തോഷത്തോടു കൂടി ആണോ എന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ. അതെ, അമ്മ കൊണ്ടുവന്ന പേന കൊണ്ട് തന്നെയാണ് ശാലിനി എന്ന് പരീക്ഷ എഴുതുന്നത്. അവൾ ആ പേന ഇവിടെ നിന്ന് എടുത്തു. അന്നേരം ശാരദാമ്മ ആകെ ഒന്ന് സന്തോഷിക്കുകയാണ്. ഏതായാലും ഈ പരീക്ഷയിൽ തോറ്റത് അമ്മയാണെന്നേ ഞാൻ പറയൂ. അവളുടെ ഉള്ളിൽ ഇപ്പോഴും അമ്മയോട് ഇഷ്ടവും സ്നേഹവും മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞില്ലല്ലോ അമ്മ. എന്റെ അമ്മയാണ് അവളുടെ ദൈവം, അമ്മ മാത്രം. അന്നേരം പടങ്ങളുടെ മുൻപിൽ തൊഴുതുകൊണ്ട് ശാരദാമ്മ പറയുകയാണ്, എന്റെ ദേവി, എന്റെ കുഞ്ഞിനെ തോൽപ്പിച്ചു കളയല്ലേ. അവളുടെ ജയം ഈ വീടിന്റെ ജയമാണ്, കുടുംബശ്രീയുടെ വിജയം. രക്ഷിച്ചനുഗ്രഹിക്കണേ. പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിന്റെ വീട്ടിൽ രാഘവൻ നായർക്ക് ഭക്ഷണം കൊടുക്കുന്ന പ്രീതിയാണ്. അതേസമയം ബുള്ളറ്റിൽ പോകുന്ന വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ് സത്യഭാമ. ആ അമ്മ പറയുന്ന വിഷ്ണു പറയുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ്, നീ എവിടെയാ ഇപ്പോൾ? ബാഹുലേനെ 2 മാസമായിട്ട് പലിശ ഉഴപ്പുകയാണ്. നേരിട്ട് ചെന്നൊന്ന് വിരട്ടിയാലേ അത് കിട്ടുകയുള്ളൂ. അതൊക്കെ പിന്നെ മതി, നീ ഉടനെ ഒന്ന് തിരിച്ചു വന്നേ. നമുക്ക് ഒരിടം വരെ ഒന്ന് പോകാനുണ്ട്. അതിപ്പോ അമ്മ, ഞാൻ അയാളുടെ ഓയിൽ മില്ലിന്റെ അടുത്ത് വരെ എത്തി. ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് പോരെ? പോരാ, എനിക്കൊരാളെ കാണണമെന്ന് തോന്നിയാൽ ആ തോന്നൽ തീരുന്നതിന് മുൻപ് തന്നെ കാണണം. നീ ഉടനെ വന്നാലേ അത് നടക്കൂ. ആ ശരി. അല്ല, ആരെ കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്? സ്ഥലം എവിടെയാണ്? അതൊക്കെ നീ വന്നിട്ട് വിശദമായിട്ട് ഞാൻ പറയാം. നീ ഉടനെ വരാൻ നോക്ക്, ഞാൻ ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ച് വണ്ടി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് വിഷ്ണു. രാഘവൻ നായരുടെ അടുത്തിരുന്ന ശേഷം സത്യഭാമ ചോദിക്കുകയാണ്, എന്താ ജയെ കഴിക്കാൻ രാവിലെ? ഉപ്പുമാവ് എടുക്കട്ടെ സത്യാമ്മേ? അയ്യോ, ഉപ്പുമാവ് സത്യാമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഞാൻ മറന്നു. പെട്ടെന്ന് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാം, സാമ്പാറും ചട്നിയും ഉണ്ട് ഇവിടെ. 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ സത്യഭാമ പറയുകയാണ്, സാരമില്ല, വിളമ്പിക്കോ. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തതും വിഴുങ്ങേണ്ടി വരും. ആർക്കെന്താണ് വിധിച്ചിരിക്കുന്നതെന്ന് ദൈവത്തിനെ അറിയാൻ പറ്റൂ എന്ന് പ്രീതിയെ നോക്കി പറയുകയാണ് സത്യഭാമ. അത് കേട്ട് പ്രീതിയും രാഘവൻ നായരും ഒന്ന് പരസ്പരം നോക്കുകയാണ്. സത്യഭാമ പറയുകയാണ് രാഘവൻ നായരെ നോക്കി, ഞാൻ വിഷ്ണുവിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവനെയും കൂട്ടി അർജുന്റെ വീട്ടിലേക്ക് പോകണമെന്ന് ഒന്ന് ആലോചിക്കുന്നു.
ആ ബന്ധം ഒന്നുകൂടി ഒന്ന് വിളക്കിച്ചേർക്കാൻ അത് കേട്ട് സന്തോഷിക്കുകയാണ് പ്രീതിയും രാഘവൻ നായരും. രാഘവൻ നായർ പറയുകയാണ്, നന്നായി, ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാണ് രാഘവേട്ട. ഇനി ഞാൻ കാരണം ഇവിടെ ആരും ആത്മഹത്യക്ക് ശ്രമിക്കേണ്ട. മക്കളുടെ സ്വസ്ഥമായ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന അമ്മ എന്ന പേരും എനിക്ക് വേണ്ട. ഏയ്, അങ്ങനെയൊന്നും ഇവിടെ ആരും പറയില്ല ഫാമേ. നീ ചെയ്യുന്നതൊക്കെ ഈ കുടുംബത്തിന് വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായ നഷ്ടങ്ങൾ, എന്റെ മോൾക്ക് ജനിക്കാനിരുന്ന കുഞ്ഞ്, രാഘവേട്ടന്റെ ഈ അവസ്ഥ എല്ലാം മറക്കാനാണ് ഞാൻ ഈ തയ്യാറാകുന്നത്. മറക്കണം ഭാമേ, ചില ഓർമ്മകൾ നമ്മൾ മറക്കണം. അതിലൊരു കുറ്റവും കുറവും കാണണ്ട നമ്മൾ. ഇത്രയും നാൾ ഞാൻ അർജുനെ അകറ്റി നിർത്തിയത് എന്റെ മകൾക്കൊരു വിലയുണ്ടാകാൻ വേണ്ടിയിട്ടായിരുന്നു. അവൾക്കത് മനസ്സിലായില്ലെങ്കിലും അച്ഛനമ്മമാര് എന്തു ചെയ്യുന്നതിനും ഒരർത്ഥമുണ്ടാകും. ആ പ്രായം എത്തുമ്പോഴേ മക്കൾക്കത് മനസ്സിലാകൂ, പ്രത്യേകിച്ചും അവരും അച്ഛനമ്മമാരായി കഴിയുമ്പോൾ. ഇതൊക്കെ കേട്ട് പ്രീതി മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ്. രാഘവൻ നായർ പറയുകയാണ്, വിട്ടേക്ക് ഫാമേ. കുട്ടികളുടെ ജീവിതം എത്ര കാലമാ ഇങ്ങനെ രണ്ടും രണ്ട് പാത്രമായിട്ട്? പഴയത് വിട്ടുകള, ഇനി വേണം പുതിയത് ചിലത് തുടങ്ങി വയ്ക്കാൻ. എല്ലാം വിടുകയാണ് രാഘവേട്ട, എല്ലാം വിടുകയാണ്. തുടങ്ങി വയ്ക്കുന്നത് ഭംഗിയായി മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. ഇനി ഞാൻ എണീക്കട്ടെ, അധിക സമയം കളയാനില്ല. അത്രയും പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് സത്യഭാമ. കൈ കഴുകി തിരിച്ചു വരുന്ന സത്യഭാമയുടെ അടുത്തേക്ക് സന്തോഷത്തോടുകൂടി ചെല്ലുകയാണ് പ്രീതി. കരഞ്ഞുകൊണ്ട് പ്രീതി പറയുകയാണ്, താങ്ക്സ് അമ്മേ, ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് ഒരുപാട്. അതിനുശേഷം സത്യഭാമയെ കെട്ടിപ്പിടിക്കുകയാണ് പ്രീതി. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലിലേക്ക് വരുന്ന രാജീവിനെയാണ്. രാജീവിനെ കണ്ട് ശ്യാമ പറയുകയാണ്, ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. അകത്തേക്ക് നോക്കി ശ്യാമ പറയുകയാണ്, ദേ രാജീവ് സാർ വന്നിട്ടുണ്ട്, ഊണെടുത്ത് കൊടുക്ക്. അകത്തു നിന്നും പുറത്തേക്ക് വരുന്ന ശാരിക രാജീവിനെ കാണുകയാണ്. രാജീവിനെ ഒന്ന് നോക്കിയിട്ട് ശാരിക അകത്തേക്ക് നോക്കി പറയുകയാണ്, രാജി ചേച്ചി, സാറിനൊരു ഊണെടുത്ത് കൊടുക്കണം. ശാരിക മൈൻഡ് ചെയ്യാത്തത് കണ്ട് ചിരിച്ചുകൊണ്ട് രാജീവ് ശ്യാമയോട് ചോദിക്കുകയാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ശ്യാമേ? സുഖം സാർ. സാറിനോ? കുഴപ്പമില്ല. ഇത് കണ്ട് ഇഷ്ടപ്പെടാതെ ശാരിക പറയുകയാണ്, ശ്യാമേ, നീ അവിടെ ജോലിയിൽ ശ്രദ്ധിക്ക്, പണത്തിന്റെ ഇടപാടാണ്. ഇത് കേട്ട് ക്യാഷിലിരിക്കുകയാണ് ശ്യാമ. ഭക്ഷണം കഴിക്കാനായി പോയിരിക്കുകയാണ് രാജീവ്. ശ്യാമ കരുതുകയാണ്, ഇവർക്കിടയിൽ ഇതെന്താ പറ്റിയത്? രാജീവ് ശാരികയെ നോക്കിയിട്ട് കരുതുകയാണ്, മഴക്കാറിനെയും മാറിയില്ലല്ലോ, ഒന്ന് കോംപ്രമൈസ് ആകാൻ എന്താ ഒരു വഴി? അന്നേരം രാജീവിന് ഇലയിട്ട് ഭക്ഷണം വിളമ്പുകയാണ് രാജീവ് പക്ഷെ അകത്തു നിൽക്കുന്ന ശാരികയെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. രാജീവ് വന്ന് ചോദിക്കുകയാണ്, സാറിനെന്താ ഒഴിക്കാൻ? പക്ഷെ രാജീവ് അത് കേൾക്കുന്നില്ല. ഒന്നും കൂടി ചോദിക്കുകയാണ് രാജീവ്. എന്താന്ന് രാജീവ് ചോദിക്കുമ്പോൾ രാജി ചോദിക്കുകയാണ്, ഒഴിക്കാൻ എന്താ വേണ്ടത്? സാമ്പാർ മതി. അന്നേരം ശ്യാമ പറയുകയാണ്, വല്യേച്ചി, ക്യാഷ് ഒന്ന് നോക്കണേ, ഞാൻ വീട് വരെ ഒന്ന് പോവുകയാണ്. ക്യാഷിലിരുന്ന ശേഷം ശാരിക പറയുകയാണ്, പെട്ടെന്ന് വരണേ, ഇവിടെ വേറെ ഒരുപാട് പണിയുള്ളതാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ട് ശാരികയെ തന്നെ നോക്കിയിട്ട് രാജീവ് പറയുകയാണ്, എന്നാൽ പിന്നെ ഒരു വഴിയുണ്ടാക്കാം. പിന്നീട് കാണിക്കുന്നത് അർജുന്റെ വീടാണ്. അർജുന്റെ ഫോൺ ബെല്ലടിക്കുകയാണ്. പ്രീതിയാണല്ലോ എന്നും പറഞ്ഞ് അർജുൻ വന്ന് ഫോൺ എടുക്കുകയാണ്. ഹലോ അർജുനേട്ടാന്ന് പ്രീതി പറയുമ്പോൾ അർജുൻ ചോദിക്കുകയാണ്, ഇതെന്താ പ്രീതി, നിന്റെ ഫോണിൽ കുറെ നാളായല്ലോ ഇതിൽ നിന്നും വിളിച്ചിട്ട്? ഇനി മുതൽ എപ്പോഴും ഇതിൽ നിന്ന് ഞാൻ വിളിക്കും, ഒരു കുഴപ്പവുമില്ല. ദാറ്റ്സ് ഗ്രേറ്റ് എന്ന് അർജുൻ പറയുമ്പോൾ പ്രീതി പറയുകയാണ്, വലിയൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് അർജുനേട്ടാ. കേട്ടാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു വാർത്ത. ആഹാ, അത് കൊള്ളാമല്ലോ. എന്താണ് ഇത്ര വലിയ സന്തോഷ വാർത്ത? പക്ഷെ അതിനുശേഷം പ്രീതിയുടെ ഫോണിന്റെ റേഞ്ച് പോവുകയാണ്. ഹലോ ഹലോ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും കേൾക്കാൻ പറ്റുന്നില്ല. അന്നേരം അർജുന്റെ ഫോൺ ചാർജ് തീർന്ന് ഓഫ് ആവുകയാണ്. അർജുൻ പറയുകയാണ്, നല്ല ശകുനം. വീണ്ടും പ്രീതി വിളിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. ഫോൺ ചാർജിൽ വെച്ചിട്ട് അർജുൻ പറയുകയാണ്, ഇനിയിപ്പോൾ കുറച്ചു സമയം പിടിക്കും. അതേസമയം അർജുന്റെ വീട്ടിലേക്ക് ഒരു കാർ വരികയാണ്. കാറിൽ നിന്നും കുറച്ചു പേരൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ബാൽക്കണിയിൽ നിന്ന് നോക്കി അർജുൻ പറയുകയാണ്, ഇതാരാ, മനസ്സിലായില്ലല്ലോ, ഗസ്റ്റ് വല്ലതും ആയിരിക്കുമോ? ചാർജ് കയറിയാവോ എന്നും പറഞ്ഞ് ഫോൺ വന്ന് നോക്കുകയാണ് അർജുൻ. അകത്തേക്ക് വന്ന എല്ലാവരെയും വരൂ വരൂ എന്നും പറഞ്ഞ് അകത്തേക്ക് ക്ഷണിക്കുകയാണ് വസുമതി. പിന്നീട് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് കൈ കഴുകിയ ശേഷം പേഴ്സിൽ നിന്ന് 100 ഒരു നോട്ട് എടുത്ത് അതിൽ ഐ ആം സോറി എന്നെഴുതുകയാണ് രാജീവ്. ദാ ക്യാഷ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ശാരിക അത് വാങ്ങുകയാണ്. അതെ, 100 നോട്ടാണ്. അറിയാം സാറേ, 100 നോട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴേക്കും ശ്യാമ എത്തുകയാണ്. ശാരിക ചോദിക്കുകയാണ്, മര്യാദയ്ക്ക് ജോലി നോക്ക്, എത്ര നേരമായി പോയിട്ട്? ശാരിക അകത്തേക്ക് പോകുമ്പോൾ അപ്പോ ഞാൻ എന്നാ പോട്ടെ എന്ന് അകത്തേക്കൊക്കെ നോക്കി പറയുകയാണ് രാജീവ്. ശരിയെന്ന് ശ്യാമ പറയുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ടും രാജീവ് ശാരികയെ തന്നെ നോക്കുകയാണ്. പക്ഷെ ശാരിക അത് ശ്രദ്ധിക്കുന്നില്ല. ഇത്രയുമാണ് മഹാ എപ്പിസോഡിന്റെ 2ാം ഭാഗം. ഓക്കെ, താങ്ക് യു.